മച്ചാനും ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു കൂട്ടുകാരുണ്ട് നിതിൻ, ചൈനയിൽ പോയി മെഡിസിൻ പഠിച്ചിട്ട് വന്ന ഒരുത്തനാണ്. ചൈനയിൽ പോയിട്ട് പഠിക്കണം. ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് IMA എക്സാം എഴുതി എടുത്തായിരുന്നു. നമ്മളെപ്പോഴും ചൈനയുടെ സാധനം അത്ര ക്വാളിറ്റി ഇല്ലെന്ന് മാർക്കറ്റ് പോയി. ചൈന അല്ലെങ്കിൽ മാർക്കറ്റ് ഇല്ലല്ലോ. ഐഫോണൊക്കെ ചൈന ഉണ്ടാക്കുന്നതല്ലേ. നമ്മളെ ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാനും കൂടി ശ്രമിച്ചുകൊണ്ട് നിൽക്കുക വേറെ. അപ്പൊ ആ സമയത്ത് അവിടെ പോയി പഠിക്കുന്നത് വളരെ രാജ്യദ്രോഹം. അല്ല, അത് അവൻ അറ്റാക്കിന് മുന്നെയാണ് പോയി പഠിച്ചത്. ഇപ്പോഴായിരുന്നു അവൻ പോകില്ലായിരുന്നു. ഇപ്പോഴാണ് അവൻ മാന്യനാണ്. ഇനി പോകണ്ട ആരും. ഞാനൊരിക്കൽ ചൈനയിൽ പോയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർക്ക് ശരിക്കും ചൈന പോയിട്ടുണ്ടോ? ആ, എന്തിനാ പോയത്? അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ചൈനക്കാർ അവിടെ നിന്നിട്ട് കാര്യമില്ല, കാര്യം നമുക്കും അറിയില്ല. വെറുതെ ചൈന പോയതാണോ? അല്ല, ഷൂട്ടിനായിട്ട് ഹോങ്കോങ്ങിൽ പോയതാണ്. ഓ, ഹോങ്കോങ്ങിൽ പോയതിനൊരു കഥയുണ്ട്. ഈ ബാങ്കോക്ക് ആണെന്ന് വെച്ചിട്ട് പ്രൊഡ്യൂസർ ഹോങ്കോങ് എന്ന് പോയി. ഹോങ്കോങ് പ്രൊഡ്യൂസർ ഞാൻ പറയാം. ഹോങ്കോങ് ബാങ്കോക്ക് പേര് സാദൃശ്യം ഉണ്ടല്ലോ. ബാങ്കോക്കിലാണെങ്കിൽ ചീപ്പാ, അതാണെന്ന് ചോദിച്ചിട്ട് ഡയറക്ടർ നമുക്ക് ഹോങ്കോങ്ങിൽ പോവാം, അവിടെ ചീപ്പല്ലേ. അപ്പൊ ഡയറക്ടർ ഹോങ്കോങ് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. പ്രൊഡ്യൂസർ ഇങ്ങനെ പറയാൻ കാരണം പ്രൊഡ്യൂസർ ബാങ്കോക്ക് ആണെന്ന് ചോദിച്ചിട്ടാ സെലക്ട് ചെയ്തത്. അവിടെ ഈ ഹോങ്കോങ് ചൈനയാണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും ഈ ബ്രിട്ടീഷിന്റെ കീഴിലായിരുന്നു. ബ്രിട്ടീഷ് കോളനി ആണെങ്കിലും വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ റിസപ്ഷനിൽ നിൽക്കുന്നവർക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി താഴേക്ക് വന്നു. അവിടെ ഒരു സാധനം വർക്കാവില്ലല്ലോ. എന്ത് വലിയ റൂമാണെങ്കിലും ചാനൽ മാറ്റാൻ തന്നെ കാശ് കൊടുക്കണം. ഏതെങ്കിലും അല്ല, ടിവിയിലേ ടി വി ഉണ്ട്, റിമോട്ട് ഉണ്ട്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും പെയ്ഡാ, പേപ്പർ വ്യൂ ആണ്. മനസ്സിലായ എല്ലാ ചാനലുകളും. ഫോണ് വീട്ടിലേക്ക് വിളിച്ചു പറയണ്ട, ഇവിടെ എത്തി, ചൈനയിലെത്തി, നമുക്ക് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ട്. അവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഹോങ്കോങ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഞാനൊക്കെ അന്നാണ് കേൾക്കണം ആദ്യം. അപ്പോൾ റിസപ്ഷനിൽ ഞാൻ ചെന്നിട്ട് ഐ വാണ്ട് ടു കോൾ ടു ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു മൈൻഡില്ല. അവർക്ക് ഇംഗ്ലീഷ് ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ അറിയുമോ? സച്ചിൻ ടെണ്ടുൽക്കർ അവർക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിയില്ല, ക്രിക്കറ്റും അറിയില്ല, ഇന്ത്യ അറിയില്ല. അവിടെ ക്രിക്കറ്റ് ഒന്നും ഇല്ല. അവര് ഒരു സെൽഫ് സസ്റ്റൈനിങ് രാജ്യമാണ്. അവർക്ക് വേറെ ആരെയും സഹായം വേണ്ട, വേറെ ആൾക്കാരുടെ പ്രോഡക്റ്റ് വേണ്ട, വേറെ ആൾക്കാരുടെ ഭാഷ വേണ്ട. ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയെടുത്ത് വേറെ എവിടെയും കൊണ്ടുവച്ചൂടെ? അങ്ങനത്തെ ഒരു രീതി തന്നെയാണ് ബ്രോ വെച്ചേക്കുന്നത്. പോഡ്കാസ്റ്റ് പുറത്തുനിന്ന് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള വിരളം ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന.